Discourse writing in exam. ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാംസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് എക്സാംസ് വരിക. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡ്സ് യൂസ് ചെയ്യണം. അതിൽ മെയിൻ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള സം ടൈപ്സ് ആണ് സ്പീച്ച്, ഡിബേറ്റ്, ഡയറി എൻട്രി, നരേഷൻ. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇത് എങ്ങനെ എഴുതിയാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ സ്പീച്ച് ആണ്. നമുക്ക് ഈ സെയിം സ്റ്റെപ്സ് എല്ലാ സ്പീച്ചിലും ഫോളോ ചെയ്യാൻ കഴിയും. സ്റ്റാർട്ട് വിത്ത് ഗ്രീറ്റിംഗ്, ഗുഡ് മോർണിംഗ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഏതൊരു സ്പീച്ചിലായാലും കോമൺലി എപ്പോഴും ചോദിക്കുക സ്കൂളിൽ അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്പീച്ച് ആയിരിക്കും. സോ എപ്പോഴും ഇതിന്റെ ഫസ്റ്റ് ലൈൻ, ദ ഗ്രീറ്റിംഗ് ലൈൻ നമുക്ക് എപ്പോഴും ഗുഡ് മോർണിംഗ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് യുവർ ടോപ്പിക്. നെക്സ്റ്റ് പാരഗ്രാഫിലായിട്ട് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്. ടുഡേ ഐ വിൽ ടോക്ക് അബൌട്ട്. ആ സെന്റൻസ് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിട്ട് എന്ത് ടോപ്പിക് ആണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക് യൂസ് ചെയ്തുകൊണ്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് ബോഡി ആണ്. ഒരു 2-3 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വിത്ത് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സോ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ടോപ്പിക്കിൽ ഏതൊക്കെ 2-3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് കഴിയുക, എന്തെങ്കിലും എക്സാമ്പിൾസ് കൊണ്ടുവരാൻ കഴിയുമോ എന്നുകൂടി ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സമ്മറൈസ് ചെയ്ത് ഒന്നുകൂടി ഇത്രയും നേരം എന്തൊക്കെയാണ് പോയിന്റ്സിൽ പറഞ്ഞതെന്ന് കൂടി സമ്മറൈസ് ചെയ്ത് ഒരു ക്ലിയർ ആൻഡ് പൊളൈറ്റ് രീതിയിൽ റൈറ്റ് ചെയ്ത് എൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് ഉണ്ടായിരിക്കണം, ടോപ്പിക് ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, കൺക്ലൂഷൻ വേണം. ഈ 4 കാര്യങ്ങളാണ് സ്പീച്ചിന്റെ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കാനുള്ളത്. ഡിബേറ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് 2 അഭിപ്രായം വരുന്ന ആളുകൾ തമ്മിലുള്ള ഒരു സംവാദമാണ്. വാദപ്രതിവാദം എന്നൊക്കെ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് യുവർ പൊസിഷൻ. നിങ്ങൾ എഗ്രി ചെയ്യാണോ അല്ലെങ്കിൽ ഡിസ്എഗ്രി ചെയ്യാണോ എന്നുള്ള കാര്യം ഫസ്റ്റിലെ സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്, ഞാൻ ബിലീവ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ വിശ്വാസം ഇങ്ങനെയാണ്. Or else you can say I strongly disagree with. ഞാൻ ഇതിനെ ഡിസഗ്രി ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അതിന്റെ റീസൺ, 2-3 പോയിന്റ്സ് ആഡ് ചെയ്യുക വിത്ത് എക്സാമ്പിൾ. എക്സാമ്പിൾസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ ന്യൂസ് ചാനൽസിൽ നിന്നോ സോഷ്യൽ മീഡിയസിൽ നിന്നോ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുക. വീണ്ടും പറഞ്ഞ ആ പോയിന്റ് ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളെ ഡിബേറ്റിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ് യുവർ പൊസിഷൻ, ഗീവ് 2-3 arguments, 2 to 3 arguments with examples, support with facts, and then conclude by restating your opinion. നെക്സ്റ്റ് ഡിസ്കോഴ്സ് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി മിക്കവാറും എല്ലാ എക്സാമിൻസും കാണാറുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് ആൻഡ് ഗ്രീറ്റിംഗ്. ഡേറ്റ്, ഇഷ്ടമുള്ളൊരു ഡേറ്റ്, ഇയർ, ഡേ ഒക്കെ ആഡ് ചെയ്യുക. ദെൻ ഗ്രീറ്റിംഗ്, ഡയറി ഒരു ഫ്രണ്ടായി കണ്ടുകൊണ്ട് ഡിയർ ഡയറി ഓർ മൈ ഡിയർ ഡയറി, ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കൂടി കൊടുത്തേക്കുക. അതൊക്കെ സെയിം ആയിട്ട് തന്നെ നമുക്ക് എഴുതാനായിട്ട് കഴിയും. ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരുന്നു, ഹാപ്പി ആണോ, സാഡ് ആണോ, അല്ലെങ്കിൽ 2 ഫീലിങ്സും ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് റൈറ്റ് ചെയ്യുക. ആ ഫസ്റ്റ് സെന്റൻസ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ കൊടുക്കുക. ദെൻ ബോഡി പാർട്ടിൽ അന്ന് നടന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അതിലെ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡയറി എൻട്രി എപ്പോഴും ചോദിക്കുക. സോ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക, അതിലെ പോയിന്റ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് നടന്ന ഓർഡർ മനസ്സിലാക്കി വെക്കുക. അതനുസരിച്ച് ബോഡി പാർട്ട് റൈറ്റ് ചെയ്യുക. ദെൻ കൺക്ലൂഷൻ, ഫൈനൽ തോട്ട് ഓർ ഹോപ്പ് ഫോർ ടുമോറോ. എന്താ, ഇനി വരുന്ന ദിവസങ്ങൾ മേ ബി നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, ദൈവം എന്നെ സഹായിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് പോസിറ്റീവായ രീതിയിൽ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഡയറി എൻട്രിയിൽ വേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആൻഡ് ഗ്രീറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ, ബോഡി, ദെൻ കൺക്ലൂഷൻ. ഇതിൽ ഡേറ്റ് ആൻഡ് ഗ്രീറ്റിംഗും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മിക്കവാറും നേരത്തെ തന്നെ പഠിച്ചു വെക്കാൻ കഴിയും. ബോഡി പാർട്സിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് റൈറ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഡിസ്കോഴ്സസ് റൈറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നരേഷൻ ഓർ ചാപ്റ്റർ സമ്മറി റൈറ്റിംഗ് ആണ്. അപ്പോൾ എപ്പോഴും ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ഓതർ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഒരു നരേഷനിൽ ചാപ്റ്റർ സമ്മറി ചോദിക്കുകയാണെങ്കിൽ ടൈറ്റിലും ഓതറും മസ്റ്റ് ആയിരിക്കണം. ഇനി ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിനോട്
നടന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ ടൈറ്റിലും ഓതറും വേണ്ട. അല്ലാത്ത തരത്തിലുള്ള ഒരു നരേഷൻ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റിലും ഓതറും വേണം. എന്തായാലും ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഉണ്ടായിരിക്കണം. അതിലുള്ള ആ ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് അവിടുത്തെ സെറ്റിംഗ് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രൊഡക്ടറി പാർട്ട് കൊടുക്കാനുള്ളത്. ദെൻ ബോഡി പാർട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ, നടന്ന ഓർഡറിൽ കീ ഹാപ്പനിങ്സിനെ അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് നടന്ന കാര്യം ആദ്യം, ദെൻ നടന്ന കാര്യം പിന്നെ, ഫൈനലി നടന്ന കാര്യം ദെൻ. അങ്ങനെ ഓർഡർ ആയിട്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡർ കീപ്പ് ചെയ്തിട്ട് മാത്രമേ ബോഡി പാർട്സ് എഴുതാവൂ. ക്ലൈമാക്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ എക്സൈറ്റിംഗ് പാർട്ട്. ആ നടന്ന ഇൻസിഡന്റ് ഓർ ദാറ്റ് സ്റ്റോറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ ആസ് എ ക്ലൈമാക്സ് ആയിട്ടാണ്. ഫൈനലി ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ എപ്പോഴും ഒരു മോറൽ ലെസൺ കാണും, ഒരു ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ്, ഒരു ഗുണപാഠം, ആ മെസ്സേജ് ഫൈനൽ പാർട്ടിൽ കൊടുക്കുക. ഇങ്ങനെയാണ് നരേഷൻ റൈറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ 4 ടൈപ്പ് ഡിസ്കോഴ്സ് റൈറ്റിംഗിലും ജനറൽ ആയിട്ട് തരാൻ കഴിയുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂസ് സിമ്പിൾ ക്ലിയർ ലാംഗ്വേജ്, കീപ് സെന്റൻസസ് ഷോർട്ട്, ഓർഗനൈസ് യുവർ ഐഡിയാസ് ലോജിക്കലി, റൈറ്റ് നീറ്റ്ലി ആൻഡ് ചെക്ക് സ്പെല്ലിംഗ്, പ്രാക്ടീസ് റെഗുലർലി ഫോർ കോൺഫിഡൻസ്. സോ എക്സാമിന് എത്തുന്ന ടൈം എത്തുന്നത് ഒരു വെയിറ്റ് ചെയ്യാതെ ഇരിക്കാതെ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ ചാപ്റ്റേഴ്സിലും ഈ ഓരോ ഡിസ്കോഴ്സസും പ്രാക്ടീസ് ചെയ്യുക. ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്താൽ ചാപ്റ്ററിലുള്ള കണ്ടന്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ സിമ്പിൾ സെന്റൻസസിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്യാൻ കഴിയും.